ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി ഒരു 3 തവണ ഡീപ്പായിട്ട് ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ ആഗ്രഹം ആരടുത്തും പറയാൻ നിൽക്കേണ്ട. നിങ്ങളുടെ പ്ലാൻ ആയാലും ബിസിനസ്സിലായാലും കരിയറിലായിരിക്കും റിലേഷൻഷിപ്പിലായിരിക്കും എന്തുമായിരിക്കാം, അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുക. ആ ആഗ്രഹം എന്താണെന്ന് ഡീപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൽ നിന്നും ഒരു പൈല് സെലക്ട് ചെയ്യുക. 4 പൈല് ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഇത് ഒരു വലിയൊരു ആഗ്രഹത്തിന്റെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ റീഡിംഗ് ആയതുകൊണ്ടാണ് 4 പൈലൊക്കെ വെക്കുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇതിലൊരു പൈൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന നിങ്ങളുടെ കളറായിരിക്കാം, എന്തുമായിരിക്കാം, നിങ്ങൾക്ക് ക്യൂട്ടായിട്ട് തോന്നുന്ന നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ആ ഒരു ആഗ്രഹം മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്ത് മനസ്സിൽ വെക്കുക. സോ ആ ഒരു ആഗ്രഹം നടക്കുമോ, ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന്. സോ 3 പൈൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു 3 തവണ ശ്വാസം വലിച്ചിട്ട് ഞാൻ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ, ഈ ഒരു പൈലാണ് ഫസ്റ്റ് പൈൽ. ഈ ഒരു പൈലാണ് ഫസ്റ്റ് പൈൽ. അപ്പം ഈ പൈൽ സെലക്ട് ചെയ്ത നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തത് എന്ന് പറയുന്നത്, ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ആഗ്രഹം 100% നടക്കും. ബട്ട് ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളടുത്തും നിങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, നിങ്ങളുടെ പ്ലാന്, ഇതൊന്നും നിങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകരുത്. ഈവൻ ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം, സോഷ്യൽ മീഡിയയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ, നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും, നിങ്ങൾക്കൊരു നല്ലൊരു എനർജിയിലായിരിക്കും നിൽക്കുന്നത്. ബട്ട് നിങ്ങളുടെ ഈ എനർജി, നിങ്ങൾ ആഗ്രഹിച്ചൊരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ സീരിയസ്ലി പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു അവേക്കനിങ് കൂടെ തരാം. നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് റിലേഷൻഷിപ്പ് മൂലമോ, നിങ്ങളുടെ എനർജി പരമായിട്ടുള്ള തടസ്സങ്ങൾ മൂലമോ, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ള ആൾക്കാരുടെ നെഗറ്റീവ് എനർജി മൂലമോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഈ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്, ഇത് കർമ്മപരമായിട്ടൊക്കെ ഇതിനകത്ത് ഒരുപാട് കളികളുള്ള ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ആഗ്രഹം നിങ്ങൾക്കിത് കിട്ടാത്തതിന് തടസ്സങ്ങളുണ്ട് കേട്ടോ. കിട്ടാത്തതിന് തടസ്സം, നിങ്ങൾ ഈ ആഗ്രഹത്തിലോട്ട് എത്തുന്ന ടൈം പീരീഡിൽ ഇമോഷണലി വീക്ക് ആവുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പല ആൾക്കാരും പല സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു എനർജി അവരെടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് പലരെയും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മേ ബി ചില ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു റിലേഷൻഷിപ്പിലായിരിക്കണം, നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുമോ എന്നുള്ളതായിരിക്കണം ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലോട്ട് ആ ഒരു ആഗ്രഹം, ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ എത്തുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ലൈഫിൽ വരികയും അത് അവരുടെ ലൈഫിൽ നടക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നില്ല, മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ നടക്കുന്ന സമയത്ത് അത് നിങ്ങൾ കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും ഇവിടെ കാണപ്പെടുന്നുണ്ട്. സോ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ആഗ്രഹം നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാരുമായിട്ടും ഈ ഒരു കാര്യം ഒരിക്കലും നിങ്ങളുടെ പ്ലാൻ മറ്റുള്ള ആൾക്കാരുമായിട്ടും ഒരിക്കലും പറയാൻ വേണ്ടി നിൽക്കരുത്. ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ, അതായത് ഡീപ്പായിട്ടുള്ള എനർജി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആരെടുത്തും നിൽക്കരുത്. നിങ്ങളുടെ സീക്രട്ട് എന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ, ഒരു കാരണവശാലും നിങ്ങൾ ഈ ആഗ്രഹം മറ്റുള്ള ആൾക്കടുത്ത് പറയാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളതിനാണ് കാണാൻ പറ്റുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമോഷണലി വീക്ക് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇമോഷണലി വീക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ മൂലം നിങ്ങളുടെ എനർജി നടക്കുന്നത്, ഇതൊരു കർമ്മയായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇതൊരു കർമ്മയായിട്ട് മാറും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം
ഒരു ലൂപ്പ് കണക്ക് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ തിരിച്ചിങ്ങനെ നടന്നുകൊണ്ട് നിങ്ങൾ ഇതിപ്പോ പുതിയൊരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ പുതിയൊരു കരിയർ ആയിരിക്കും, പുതിയ ഫിനാൻസ് ആയിരിക്കണം, പുതിയ ജോലി ആയിരിക്കണം, അതിലോട്ട് കടക്കണം എന്നുള്ളതായിരിക്കും പല ആൾക്കാരും ഇവിടെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇമോഷണലി വീക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങൾ പഴയ ആ ഒരു സ്റ്റേജിലോട്ട് തന്നെ പോകുന്നുണ്ട്. പഴയ വീക്ക് ആഗ്രഹിക്കാനുള്ള ഒരു മനസ്സിൽ ആഗ്രഹിക്കാനുള്ള ഒരു എനർജി പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. സോ ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇമോഷണലി വീക്ക് ആവരുത്. ഒന്ന്. രണ്ട് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യരുത്. പിന്നെ മൂന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് ബന്ധപ്പെടാത്ത, അതായത് നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരുമായിട്ട് ഒരിക്കലും നിങ്ങൾ കൂട്ടുകൂടാനോ സംസാരിക്കാനോ പോവരുത്. കാരണം നിങ്ങളുടെ മൈൻഡ് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹവും കാര്യങ്ങളും എല്ലാം മാറി നിങ്ങൾ നെഗറ്റീവ് എനർജിയിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു അവേക്കനിങ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾക്ക് ഭയങ്കര പവർ ഉണ്ട്, നിങ്ങൾക്ക് ഭയങ്കര പവർ സ്പിരിച്വൽ എനർജി ആയിട്ടാണ് കാണുന്നത്. ഭയങ്കര പവറും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ ത്യജിക്കേണ്ടി വരും കേട്ടോ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ത്യജിക്കേണ്ടി വരും. പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ച് അതിലോട്ട് വേണ്ടി പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. പക്ഷെ നിങ്ങൾ ഇതെല്ലാം ചെയ്യണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ടും എനർജറ്റിക് ആക്കി നിങ്ങൾ ഇമോഷണലി വീക്ക് ആവാതെ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് ആ ഒരു ആഗ്രഹം നടക്കുള്ളൂ. നിങ്ങൾ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻസോ കാര്യങ്ങളോ ആരുമായിട്ടും ചെയ്യാണ്ടിരിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുള്ളൂ. സോ നമുക്ക് സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ, അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് ഫയൽ 100% നിങ്ങൾക്ക് ഹോപ്പ് വെക്കാം. 100% നിങ്ങളുടെ സോൾ അത് നടത്തിത്തരും. 110% നിങ്ങളുടെ സോൾ അത് നടത്തിത്തരും. ഇതൊരു വലിയ മാനിഫെസ്റ്റേഷൻ ആണ്. വലിയൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓറ ഉണ്ട്, ഭയങ്കര പവർ ഉണ്ട്. ഇതൊരു ബിസിനസ് ആയിരിക്കണം, കരിയർ ആയിരിക്കണം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിരിക്കണം, വീട് വെക്കണം, കാർ വാങ്ങണം എന്നുള്ള ആഗ്രഹമായിരിക്കണം. ഒരുപാട് ഇതൊരു വലിയ ആഗ്രഹമാണ്. സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ള ഇതൊരു ബിഗ് എനർജി. ബിഗ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വൻ ഓറ ഉള്ള ആൾക്കാർ മാത്രം ആഗ്രഹിക്കുന്ന, ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാലെടുത്ത് വെച്ചാൽ മാത്രം മതി, അടുത്ത കാലെടുത്ത് വെക്കാൻ വേണ്ടി 100 പേര് നിങ്ങളുടെ ലൈഫിലുണ്ട്. 100 പേര്. കാരണം ഇതൊരു വൻ എനർജിയാണ്. പലർക്കും ഇത് വലിയ ആഗ്രഹങ്ങൾ. അതായത് ഒന്നാമത്തെ കാര്യം എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ബിസിനസ് റിലേറ്റഡ് ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി. രണ്ടാമത്തെ ചാനൽ യൂട്യൂബ് ചാനൽ വരാമായിട്ട് സിറ്റുവേഷൻസ്, നിങ്ങളുടെ ചാനലിൽ അങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തേതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയൊരു ആഗ്രഹമാണ്. വലിയൊരു ആഗ്രഹം എന്ന് പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കത് ഇത് നടക്കും. നിങ്ങൾ 100% ഹോപ്പ് വെച്ചോ. ഞാൻ സീരിയസ്ലി ഞാൻ കാർഡ് നിങ്ങൾ എടുക്കുന്ന കണ്ടാലും 100% ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതിന് യാതൊരു, മേ ബി പലരും കല്യാണം അല്ലെങ്കിൽ ആഗ്രഹിച്ച ഇതൊരു വലിയ പർപ്പസാണ്, ഇതൊരു വലിയ എനർജിയാണ്. സോ 100% ഇത് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നടക്കും, ഇത് ചുമ്മാ നടക്കും. കാരണം ഇത് നിങ്ങളുടെ സോൾ പർപ്പസ് ആണ്. ഇത് നിങ്ങളുടെ ബിഗ് എനർജി. നിങ്ങൾ ആവശ്യപ്പെടുന്ന സാധനമല്ല, ഇത് നിങ്ങളുടെ ഓറ എനർജി, സ്പിരിച്വൽ എനർജി, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ. ഇത് വലിയൊരു എനർജിയാണ്. വലിയൊരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു മാനിഫെസ്റ്റേഷന്റെ പവർ ആയിട്ട് നിങ്ങൾ മാത്രമല്ല ഈ സാധനം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ സാധനം കിട്ടണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ പിതൃക്കന്മാരും നിങ്ങളുടെ സോളും നിങ്ങളുടെ എനർജിയും എല്ലാം ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതൊരു എന്താ പറയാ, എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് വേറെ കർമ്മയോ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഇത് സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് കണ്ണും പൂട്ടി ഞാൻ പറയാം, ഹോപ്പാണ്. 100% നിങ്ങളുടെ ഈ കാര്യം നടന്നിരിക്കും എന്നുള്ളത് നിങ്ങൾ നടന്നു എന്ന് തന്നെ കൂട്ടിക്കോ. 100% നടന്നു എന്ന് തന്നെ കൂട്ടിക്കോ. കാരണം നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി തന്നെ ഒരുപാട് എനർജീസ് അവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ എന്താണെങ്കിലും അത് നടക്കും. കാരണം അത് നടക്കുന്ന മാത്രമല്ല അതിന് നിലനിൽപ്പുള്ള കാര്യങ്ങളുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല വ്യക്തമായിട്ടുള്ള ഹോപ്പ് ഉണ്ട്. കാരണം ഇത് സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഇത് ഡിവൈൻ തരുന്ന കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഇത് നിങ്ങൾ എന്ത് തന്നെ റിലേഷൻഷിപ്പിലും കരിയറിലായാലും ഫിനാൻസിലായാലും എന്ത് തന്നെയായാലും ഇത് നടന്നു എന്ന് തന്നെ കൂട്ടിക്കോ. ഇതൊരു വലിയ ആഗ്രഹമാണ്, ഒരു ബിഗ് ആഗ്രഹമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ ചുറ്റിപ്പറ്റി
ഇത് നടക്കും. അതായത് നിങ്ങളായിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് പോർഷൻ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്കിത് ഇത് ഒരു നിധിപരമായിട്ട് കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. വലിയൊരു സക്സസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും 100% ഇത് നടക്കും. നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളുടെ പാഷനാണ്, നിങ്ങളുടെ ജീവിതകാലത്തിലുള്ള നിങ്ങളുടെ എന്തോ ഒരു വലിയൊരു പർപ്പസാണ്, വലിയൊരു സാധനമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് ബിസിനസ്സിലായാലും കോടീശ്വരനാവണം എന്നാണെങ്കിലും അല്ലെങ്കിൽ ഇതെന്താണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ലൈഫിൽ നടന്നിരിക്കും. ഇത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സമയത്ത് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ, നിങ്ങൾ ഭയങ്കരമായിട്ടും ഇൻസ്പയർ ആവുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബിഗ് ഓറയാണ് കേട്ടോ. ബിഗ് ഓറ എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു ഓറയാണ്, വലിയൊരു എനർജിയാണ്, വലിയൊരു സക്സസ് ആവണം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ നടക്കണം എന്നുള്ളത് ഒരു നിശ്ചയിക്കപ്പെട്ട സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും 100% ഇത് നിങ്ങൾ ഹോപ്പ് വെച്ചോ, 100%, 110% ഇത് നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്നുള്ളതിനും ഒരു തരത്തിലുള്ള നെഗറ്റീവ് നിങ്ങൾ ചിന്തിക്കേണ്ട, ഒരു തരത്തിലുള്ള ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ടത് നടന്നു എന്ന് തന്നെ കൂട്ടിക്കോ. അത്രയും ഹോപ്പ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം അത്രയും സോൾ അവേക്കനിങ് ആണ് സെക്കൻഡ് പൈലുകാരുടെ, അല്ലെങ്കിൽ ഈ ഒരു പൈല് സെലക്ട് ചെയ്ത ആൾക്കാരുടെ സോൾ ഭയങ്കര അവേക്കനിങ് ആണ്. അതായത് നടന്നു എന്ന് തന്നെ കൂട്ടിക്കോ, ഒരു ഇതും നെഗറ്റീവ് വേണ്ട, നടന്നു, അത്രേ ഉള്ളൂ. അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാമേ. ഓക്കെ, അടുത്തതായിട്ട് തേർഡ് പൈൽ, മൂന്നാമത്തെ പൈൽ. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ത്രോട്ട് ചക്രയാണ്. നിങ്ങൾ ചോദിച്ച് വാങ്ങേണ്ടി വരും. യൂണിവേഴ്സലിന്റെ അടുത്ത് നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചോദിക്കേണ്ടി വരും. സംസാരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു വരുമെന്നായിരിക്കണം, അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയാ, ബിസിനസ് റിലേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ജോലി കിട്ടുമെന്നായിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തുകൊണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളിത് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ച് ഇത് വാങ്ങേണ്ടി വരും. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ച് തന്നെ ഇത് സംസാരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് വിളിച്ച് നിങ്ങൾ ചോദിച്ച്, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ വാങ്ങേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒഴിവാവാനോ നെഗറ്റീവ് എനർജിയോ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അബൌട്ട് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അബൌട്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഈ സിറ്റുവേഷൻസ് മാറണം, എനിക്ക് നല്ലൊരു സമയം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഈ പ്രശ്നം തീർക്കണം എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് ഇവിടെ ത്രോട്ട് ചക്ര ഇടപെട്ടിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും കാണാൻ പറ്റുന്നത്. നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ ഈ സിറ്റുവേഷൻ, നിങ്ങളുടെ ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. നിങ്ങൾ ചോദിച്ച് തന്നെ ആ സാധനം വാങ്ങണം ഡിവൈൻ്റെ. യെസ്, ചക്രാസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സീരിയസ്ലി ഇത് നോക്കിക്കാണ്, എല്ലാം നീല കളറിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. സോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇതിലൊരു ആക്ഷൻ എടുക്കാണ്ട് യൂണിവേഴ്സിൽ ഇതിലൊരു ആക്ഷൻ എടുക്കത്തില്ല. സീരിയസ്ലി നിങ്ങൾ ചോദിക്കാണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒന്നും തരത്തില്ല. നിങ്ങൾക്കൊന്നും തന്ന ചരിത്രവും ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. നിങ്ങളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളായിട്ട് നിങ്ങളുടെ സമയമോ കാര്യങ്ങളോ ഒന്നും കളയാൻ വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്കില്ല. അതായത് ഇതെങ്ങനെ ഓക്കെ ആവും, ഇതെങ്ങനെ നടക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനോ കാര്യങ്ങളോ നിങ്ങൾക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് ചോദിച്ച് വാങ്ങാൻ മടിയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഒന്നാമത്തെ കാര്യം, നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ബാഡൻസും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസും എല്ലാം മാറ്റിയിട്ട് നിങ്ങളത് ആഗ്രഹിച്ച് നിങ്ങളത് ചോദിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തേടെ, അതായത് ഇത് നിങ്ങളിലോട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് അത്രയും പാഷൻ ഇല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മടി കാരണം പോകുന്നു, അത് മാറ്റി വയ്ക്കുന്നു, ജീവിതത്തിന്റെ സാഹചര്യം മൂലം നിങ്ങളത് മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ വേണ്ട, പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതായത് അടഞ്ഞു മാറി നിന്ന് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് കാണാൻ പറ്റുന്നത്, ഒരു ഡൗൺ എനർജി ആയിട്ട് കാണാൻ പറ്റുന്നത്. സെക്കൻഡ് പൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഡൗൺ എനർജി ആയിട്ട് കാണാം. നിങ്ങളുടെ എനർജി കുറച്ച് ലോ എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളത് ചോദിച്ച് വാങ്ങേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത്, മാനിഫെസ്റ്റേഷൻ അല്ല, നിങ്ങൾ ചോദിച്ച് ഹാർഡ് വർക്ക് വെച്ച് നിങ്ങൾ ടേക്ക് ആക്ഷൻ എടുക്കണം. അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് വേണം. നിങ്ങൾ സംസാരിച്ചത് വാങ്ങണം. നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് അതായത് നിങ്ങൾ എനർജി, നിങ്ങളുടെ ഡിവൈൻ്റെ അടുത്ത് നിങ്ങൾ തുറന്ന് സംസാരിച്ച് നിങ്ങളത് ടേക്ക് ആക്ഷൻ എടുക്കണം എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി റിലേഷൻഷിപ്പ് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അങ്ങനത്തെ എന്തെങ്കിലും അത് ഓക്കെ ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ച് തീർക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ത്രോട്ട് ചക്രയ്ക്കും 1 ത്രോട്ട് ചക്ര, 2 തേർഡ് ഐ.
അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷന് വ്യക്തമായിട്ടുള്ള പവർ ഉണ്ട്. തേർഡ് പൈലായിട്ട് എടുത്താണ് പറയുന്നത്. ഒന്നാമത്തത് നിങ്ങളുടെ ത്രോട്ട് ചക്ര, അതിന് ഭയങ്കര പവർ ഉണ്ട്. സംസാരത്തിന് ഭയങ്കര പവറുള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സംസാരം കൊണ്ട് ലോകം തന്നെ കീഴടക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു എനർജി ഒരിക്കലും നിങ്ങൾ സംസാരിക്കാണ്ടിരിക്കരുത്. ചോദിച്ചു വാങ്ങുക. നിങ്ങളുടെ ഇന്റൻഷൻ എന്താണെന്ന് യൂണിവേഴ്സിന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വർക്ക് ആവത്തുള്ളൂ. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിന്റെ അടുത്ത് പറഞ്ഞ് അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതാണ് സെക്കൻഡ്, അതായത് തേർഡ് പൈലായിട്ട് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഫോർത്ത് പൈൽ, നാലാമത്തെ പൈൽ എന്താണെന്ന് നോക്കാമേ. ഓക്കെ, അടുത്തതായിട്ട് ലാസ്റ്റ് പൈലാണ് ഈ ഒരു പൈല്, തേർഡ് പൈല്. തേർഡ് പൈല് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 100% നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. തേർഡ് പൈലുകാരുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും വേണ്ട. ഒരു റീജോയിനിങ് സെലിബ്രേഷൻ ആണ്, പുതിയൊരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത് കേട്ടോ തേർഡ് പൈലുകാരുടെ ഇതെന്ന് പറയുന്നത്. ബട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല. ഇതൊരു വലിയ ഒരു റെക്കഗ്നൈസേഷൻ, വലിയൊരു റിവാർഡാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഈ ഒരു സാധനം വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈഗോ വരും, ഒരുപാട് പേർക്ക് പൊസസീവ്നെസ് വരും, ഒരുപാട് പേർക്ക് നെഗറ്റീവ് എനർജി ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്. കാരണം ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് യു ആർ ഈഗോ പേഴ്സൺസ്, നിങ്ങൾ കുറച്ച് ഈഗോ ഉള്ള പേഴ്സൺസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ നടക്കും. 110% നിങ്ങളുടെ ലൈഫിൽ നടത്തി തരാൻ വേണ്ടി ഡിവൈൻ തയ്യാറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഗുഡ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച്, അടിപൊളി എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു പുതിയൊരു തുടക്കം, ബിസിനസ് റിലേറ്റഡ് ആണെന്നെങ്കിലും അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും, അതല്ല നിങ്ങളെ സംബന്ധിച്ച് വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ, സമൂഹത്തിലെ റെക്കഗ്നൈസേഷൻ, റിവാർഡ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ട് കളർഫുൾ ലൈഫാണ്. അതായത് എങ്ങനെ പോയാലും ഇത് നടക്കും. 100% ഇത് റീജോയിനിങ് സെലിബ്രേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. പലരെ സംബന്ധിച്ചും ഇതൊരു മാരേജ് ആണ് കാണാൻ പറ്റുന്നത്. പലരെ സംബന്ധിച്ചും ഒരു റീജോയിനിങ് സെലിബ്രേഷൻ ആണ്, അതായത് പുതിയൊരു തുടക്കം. ചിലരെ സംബന്ധിച്ച് ഒരു അന്യ നാട്ടിൽ പോകുന്നതായിരിക്കണം, യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകുന്നതായിരിക്കണം. ചിലരെ സംബന്ധിച്ച് പുതിയൊരു തുടക്കം, അതായത് ഒരു ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിൽ. പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായി, പുതിയ കൂട്ടുകാരന്മാർ, പുതിയ ഫ്രണ്ട്ഷിപ്പ്, ഇപ്പോഴത്തെ നിൽക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം മാറിയിട്ട് ഒരു ഹയർ എനർജി, അതായത് ഒരു ഹയർ ആർക്കിയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും കാണാൻ പറ്റുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ട്, കരിയർ ഗ്രോത്ത് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ജോബ് ഉണ്ട്, അതുപോലെ തന്നെ ആൾക്കാരുണ്ട്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോസിറ്റീവ് എനർജി ഉണ്ട്. നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുകയും ചെയ്യും. അത് നിങ്ങളെ വ്യക്തമായിട്ടൊരു പൊസിഷനിൽ കൊണ്ട് നിർത്തുകയും ചെയ്യും. ആൾക്കാർ റെക്കഗ്നൈസേഷൻ, റിവാർഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ പോകും. അതായത് ആൾക്കാർ അംഗീകരിക്കുന്ന, ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന, ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മാറും. ഇനി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ റീജോയിനിങ് സെലിബ്രേഷൻ ആണ്. നിങ്ങൾ വിചാരിച്ച ചില ആൾക്കാരെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലോട്ട് ഒരു പുതിയ ആൾ വരുമോ എന്നുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ 100% ആ ആൾ വരികയും ചെയ്യും. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തോട്ട് വരികയും ചെയ്യും. സോ നാലാമത്തെ പൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് എനർജിയാണ്. നിങ്ങൾ ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കണം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ബ്രില്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ ജീവിതം പഠിപ്പിക്കും. യൂണിവേഴ്സ് നിങ്ങളെ ജീവിതം പഠിക്കും. സ്പിരിച്വൽ പേഴ്സൺസ് ആണ്, അതുപോലെ തന്നെ പ്രാക്ടിക്കലി ജീവിക്കുന്ന പേഴ്സൺസ് ആണ്. ആൾക്കാരുടെ വിഷമവും ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിവുള്ള നല്ല മനസ്സിനുടമകളായിട്ടുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റും. എപ്പോഴും നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, എപ്പോഴും നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാര്യം നടക്കും എന്നുള്ളതിന് നിങ്ങൾ യാതൊരു ഡൗട്ടും വെക്കേണ്ട. അത് ആ ഹോപ്പ് കാർഡ് വരെ സൈഡിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 100% നിങ്ങളുടെ ലൈഫിൽ അത് നടക്കും എന്നുള്ളതിനാണ് കാണാൻ പറ്റുന്നത്. സോ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 കാർഡിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യേണ്ട, എന്തൊക്കെ നടക്കും, എന്തൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ മനസ്സിനെ വെച്ച് അത് ചെയ്ത് പാകപ്പെടുത്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നടക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കട്ടെ എന്ന് ഞാനും യൂണിവേഴ്സിന്റെ അടുത്ത് താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. നടത്തി തരട്ടെ, എല്ലാം നല്ലത് നടക്കട്ടെ. അപ്പം ഓക്കെ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, സി യു ബൈ.